ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ചും മമ്മികളെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ അതിനോട് ചേർത്ത് തന്നെ പറയേണ്ടതും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒന്നാണ് സ്ഫിങ്സ്. മനുഷ്യന്റെ ശിരസും സിംഹത്തിന്റെ ഉടലുമായുള്ള ഭീമാകാരമായ ഈ പ്രതിമ സഹറ മരുഭൂമിയിലെ വളരെ വലിയ ഒരു ചുണ്ണാമ്പ് കൽപ്പാറയിൽ നിന്നും കൊത്തിയെടുത്ത ഒറ്റ കൽപ്രതിമയാണ്. ദ ലാർജസ്റ്റ് മൊണോലിത്ത് ഇൻ ദ വേൾഡ്. അതാണ് സ്ഫിങ്സ്. ഏതാണ്ട് 4500 വർഷം പഴക്കമുള്ള ഈ ഒറ്റക്കൽ പ്രതിമ അന്നത്തെ ഫറവോയായിരുന്ന ഖഫ്രയുടെ കാലത്താണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു. ഖഫ്ര എന്ന ഫറവോയുടെ മുഖത്തിന്റെ ആകൃതിയാണ് ഈ സ്ഫിങ്സിനുള്ളത്. പല പിരമിഡുകളും ഈ സ്ഫിങ്സും ഒക്കെ മണ്ണിനടിയിൽ മൂടപ്പെട്ടു പോയതാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ മുകൾ ഭാഗം മണ്ണിന് മുകളിൽ പൊങ്ങി നിന്നിരുന്നത് കൊണ്ടാണ് അത് കണ്ടെടുക്കാനായിട്ട് സാധിച്ചത്. ഈ സ്ഫിങ്സിന് മൂക്കില്ല. അതായത് ഫ്രഞ്ചുകാർ 1798 ഈജിപ്തിനെ ആക്രമിച്ചപ്പോൾ നെപ്പോളിയന്റെ പീരങ്കിയിൽ നിന്നും വന്ന വെടിയുണ്ട പതിച്ചാണ് സ്ഫിങ്സിന്റെ മൂക്ക് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. അതുപോലെ നെപ്പോളിയന്റെ സൈനികർ ഉന്നം തെറ്റാതെ വെടിവെക്കാൻ പ്രാക്ടീസ് ചെയ്തിരുന്നതും ഈ സ്ഫിങ്സിന്റെ മൂക്കിലാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും നിലവിൽ സ്ഫിങ്സിന് മൂക്കില്ല. ഈ സ്ഫിങ്സിന്റെ ഉള്ളിലും ധാരാളം ചെറിയ മുറികളുണ്ട്. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ സന്ദർശകരെ അതിനുള്ളിലേക്ക് അനുവദിക്കുന്നില്ല. ഈ സ്ഫിങ്സിന്റെ അടുത്ത് തന്നെ 2 ക്ഷേത്രങ്ങളുണ്ട്. വടക്കു ഭാഗത്ത് ടെമ്പിൾ ഓഫ് സ്ഫിങ്സും തെക്കു ഭാഗത്ത് ടെമ്പിൾ ഓഫ് വാലിയും സ്ഥിതി ചെയ്യുന്നു. ടെമ്പിൾ ഓഫ് സ്ഫിങ്സ് ഫറവോയുടെ ആരാധനയ്ക്കായും ടെമ്പിൾ ഓഫ് വാലി ഫറവോയുടെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്കുമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മൊണോലിത്തായ ഈ സ്ഫിങ്സിന് ഏതാണ്ട് 73.5 മീറ്റർ നീളവും 19 മീറ്റർ വീതിയും 20 മീറ്റർ ഉയരവുമാണുള്ളത്. സഹറ മരുഭൂമിയിൽ മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്ന ഈ പ്രതിമ ഫ്രഞ്ച് സൈനികരും അതുപോലെ ഈജിപ്റ്റോളജിസ്റ്റുകളുമാണ് കണ്ടെടുത്തത്. ഇതിന്റെ തലയുടെ മുകൾ ഭാഗം മണ്ണിന് മുകളിൽ പൊങ്ങി നിന്നിരുന്നത് കൊണ്ട് നാട്ടുകാരും കണ്ടെടുത്തതും പിന്നീട് എക്സ്കവേറ്റ് ചെയ്ത് ഇതിന്റെ പൂർണ്ണ രൂപത്തിൽ പുറത്തെടുത്തതും. എന്നാലും ഇപ്പോഴും എക്സ്കവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഫിങ്സിനെ ചുറ്റിപ്പറ്റി ധാരാളം ഐതിഹ്യങ്ങളും കഥകളുമുണ്ട്. ഗിസ പ്ലേറ്റോയുടെ ഗാർഡിയനായും ഫറവോയുടെ ലിവിംഗ് ഇമേജ് ആയിട്ടുമാണ് സ്ഫിങ്സിനെ കണക്കാക്കുന്നത്. മനുഷ്യന്റെ ശിരസ് ഫറവോയുടെ ബുദ്ധി വൈഭവത്തെയും ദൈവവുമായുള്ള ബന്ധത്തെയും കാണിക്കുന്നു. എന്നാൽ സിംഹത്തിന്റെ ഉടൽ ഫറവോയുടെ ശക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. 1920കളിലും 30കളിലുമായി നടന്ന എക്സ്കവേഷൻസിലാണ് ടെമ്പിൾ ഓഫ് സ്ഫിങ്സും ടെമ്പിൾ ഓഫ് വാലിയും കണ്ടെടുത്തത്. സ്ഫിങ്സിന്റെ നിർമ്മാണം ചുണ്ണാമ്പ് കല്ലുകൊണ്ടാണെങ്കിലും 2 ക്ഷേത്രങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് അസ്വാനിൽ നിന്നും കൊണ്ടുവന്ന വിലപിടിപ്പുള്ള ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്